Okay, next one we are going to discuss the basic steps in genetically modifying an organism. ഒരു ഓർഗാനിസത്തിനെ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യണമെങ്കിൽ, ജെനറ്റിക്കൽ മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ നമ്മൾ പറയില്ലേ GM ഇൻസുലിൻ, ജെനറ്റിക്കലി മോഡിഫൈഡ് ഇൻസുലിൻ. സോ ഒരു ഓർഗാനിസത്തിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആക്കണമെങ്കിൽ, ഓർഗാനിസത്തിനെ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യണമെങ്കിൽ വേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇത് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ബേസ് ചെയ്ത് തന്നെ നമുക്ക് പറയാം. ഇൻസുലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻസുലിൻ എവിടെയാണ് ഇരിക്കുന്നത്? ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് അല്ലേ. അപ്പോൾ ബീറ്റാ സെൽസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ജീൻ, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. നമ്മുടെ ഡിസൈറബിൾ ജീൻ ഏതാ? ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ. ദാറ്റ് ഇസ് ദ ഡിസൈറബിൾ ജീൻ ഹിയർ. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ DNA വിത്ത് ദാറ്റ് ഡിസൈറബിൾ ജീൻ. ആ ഡിസൈറബിൾ ജീൻ പ്രസൻ്റ് ആയിട്ടുള്ള DNA നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. ഡിസൈറബിൾ ജീൻ മീൻസ് ദ ജീൻ വിച്ച് പ്രൊഡ്യൂസസ് ദ പർട്ടിക്കുലർ പ്രോട്ടീൻ റിക്വയർഡ് ഫോർ അവർ പർപ്പസ്. നമുക്ക് ഏത് പ്രോട്ടീനാണോ വേണ്ടത് ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ, അതിനാണ് നമ്മൾ ഡിസൈറബിൾ ജീൻ എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. സോ നമ്മുടെ പർട്ടിക്കുലർ എക്സാമ്പിളിൽ അതെന്താണ്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. അതിനാണ് നമ്മൾ ഇവിടുത്തെ ഡിസൈറബിൾ ജീൻ എന്ന് നമ്മൾ എക്സാമ്പിളിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. സോ ഓക്കെ, ആ ജീനുള്ള DNA നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. ആ ജീൻ പ്രസൻ്റ് ആയിട്ടുള്ള DNA ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ എന്ത് ചെയ്യും? ഈ DNA എങ്ങോട്ട് നമ്മൾ കൊടുക്കും? ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു എ ഹോസ്റ്റ്. നമ്മുടെ എക്സാമ്പിളിൽ ഏതായിരുന്നു ഹോസ്റ്റ്? ദാറ്റ് വാസ് ഈക്കോളൈ. ഓക്കെ, ഒരു ഹോസ്റ്റ്, ബാക്ടീരിയ ആവാം, പ്ലാന്റ് സെല്ലാവാം, ആനിമൽ സെല്ലാവാം. ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ഹോസ്റ്റ്. നമ്മൾ ഈ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ ബേസിക് ആയിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈഡ് DNA ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഹോസ്റ്റിലേക്ക് ഈ DNA ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ചില വെഹിക്കിൾസ് ഉണ്ട്. DNA ഹോസ്റ്റിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ചില വെഹിക്കിൾസ് ഉണ്ട്. അവരെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റേഴ്സ്. So vectors, they are the vehicles which carry the DNA to the host. നമ്മുടെ ഡിസൈഡ് ജീൻ പ്രസൻ്റ് ആയിട്ടുള്ള DNA ഹോസ്റ്റിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന വെക്റ്റേഴ്സ്, ക്യാരി ചെയ്ത് കൊണ്ടുവന്ന വെഹിക്കിൾസ്, അവരെയാണ് നമ്മൾ ആ ക്യാരിയേഴ്സിനെയാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ വെക്റ്റേഴ്സിന് ഒരു എക്സാമ്പിളാണ് പ്ലാസ്മിഡ്സ്. ഓക്കെ, പ്ലാസ്മിഡ്സ് ദേ ആർ ആൻ എക്സാമ്പിൾ ഫോർ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു എന്നാണേ ഉള്ളൂ. സോ വെക്റ്റേഴ്സ്, ദേ ആർ ദ വെഹിക്കിൾസ് വിച്ച് ക്യാരി ദ DNA ടു ദ ഹോസ്റ്റ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ്. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ്, നമ്മൾ DNA ഹോസ്റ്റ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇപ്പം നമ്മൾ ഇൻസുലിൻ്റെ ജീനുള്ള DNA ആരിലേക്ക് കൊടുത്തു? ഹോസ്റ്റ് ആയിട്ടുള്ള ഈ കൊളയിലേക്ക് കൊടുത്തു. ഇനി എന്താണ് അടുത്തത് വേണ്ടത്? മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ്. നമ്മൾ കൊടുത്ത DNA അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ കൊടുത്ത DNAയിലത്തെ ജീനൊക്കെ എക്സ്പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോട്ടീൻ ഹോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏതാണ് പ്രോട്ടീൻ? ഇൻസുലിൻ ആണ് നമ്മുടെ എക്സാമ്പിളിലെ പ്രോട്ടീൻ അല്ലേ. സോ ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് DNA ഹോസ്റ്റിൽ ചെന്നു, ഈക്കോളൈ സെല്ലിൽ ചെന്നു, ആൻഡ് ഇറ്റ് ഹാവ് ടു പ്രൊഡ്യൂസ് ദ പർട്ടിക്കുലർ പ്രോട്ടീൻ ദാറ്റ് ഇസ് ഇൻസുലിൻ ഇൻസൈഡ് ദ ഹോസ്റ്റ്. ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്, മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. ആ പർട്ടിക്കുലർ നമ്മൾ കൊടുത്ത ഹോസ്റ്റ് സെല്ല് ആ ഈക്വളൈ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ. എന്ത് വേണം? നമ്മൾ ഈ കൊടുത്ത ജീൻ, നമ്മൾ ഈ കൊടുത്ത DNA എവിടെ വേണം? ആ ഈക്വളൈ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ പ്രോജനീസിലും ഈ DNA ഉണ്ടാവണം. അപ്പം ഇത്രയും നടന്നാൽ മാത്രമാണ് നമുക്കത് സക്സസ്ഫുൾ ആയി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി പറയാം. മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ്. അതായത് നമ്മൾ കൊടുത്ത DNA ആ ജീൻ പ്രസൻ്റ് ആയിട്ടുള്ള DNA, അതിലത്തെ ജീൻ എക്സ്പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോട്ടീൻ ഹോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ദിസ് DNA ടു ഇറ്റ്സ് പ്രോജനി. ഈ ഈക്വളെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്രോജനീസ് ഫോം ചെയ്യും. ആ പ്രോജനീസിലൊക്കെ എന്ത് വേണം? നമ്മളീ കൊടുത്ത DNA, നമ്മുടെ ഡിസൈഡ് DNA, നമുക്ക് വേണ്ട ഡിസൈറബിൾ ജീൻസ് ഉള്ള ഡിസൈഡ് DNA പ്രോജനീസിലും പ്രസൻ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ബേസിക് സ്റ്റെപ്സ് in the process of genetic engineering. First one is the identification of DNA with the desirable gene. Second, introduction of identified DNA into the host with the help of vectors. Third one, maintenance of introduced DNA in the host and transfer of the DNA to its progeny. Okay, next one we are going to discuss recombinant DNA and rDNA technology or recombinant DNA technology. So what is recombinant DNA and what is recombinant DNA technology? So recombinant DNA or rDNA means that is the DNA which we obtain by joining a piece of foreign DNA to the host DNA. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു ഡിസൈറബിൾ ജീനുള്ള DNA എടുത്തിട്ട് ഹോസ്റ്റിൻ്റെ DNAയിലേക്ക് അതിനെ ജോയിൻ ചെയ്യിക്കും. ഓക്കെ, ആ സ്റ്റെപ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഹോസ്റ്റിൻ്റെ DNAയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ആ ഒരു പ്രോസസ്സാണ് ദാറ്റ് ഈസ് ജോയിനിങ് എ പീസ് ഓഫ് ഫോറിൻ DNA. ഓക്കെ, ഒരു ഫോറിൻ DNA, അതായത് okay, joining a piece of foreign DNA into the DNA of the host. ഹോസ്റ്റിൻ്റെ DNAയിലേക്ക് നമ്മൾ വേറൊരു ഓർഗാനിസത്തിൻ്റെ DNA എടുത്തിട്ട് ജോയിൻ ചെയ്യുക. That process is known as recombinant DNA technology or rDNA technology. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ DNAയിലേക്ക് നമ്മളൊരു ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ DNAക്കാണ് നമ്മൾ rDNA ഓർ റീകോമ്പിനൻ്റ് DNA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസുലിനെ എടുത്തു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുള്ള DNA എടുത്തിട്ട് ആ DNA നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ഈക്കോളയുടെ DNA ആയിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഫോം ചെയ്ത DNA that is known as recombinant DNA or rDNA, and this process is known as rDNA technology. Then what is the purpose of this rDNA technology? This rDNA technology will help to create new genetic recombinations. പുതിയ ജനറ്റിക് കോമ്പിനേഷൻസ്, പുതിയ ജനറ്റിക് റീകോമ്പിനേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് rDNA ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, so that is rDNA and rDNA technology. Then the first recombinant DNA or rDNA was produced in the year 1972. The first rDNA or recombinant DNA was produced in the year 1972 by two scientists, Stanley Cohen and Herbert Boyer. ഓക്കെ, ഈ രണ്ട് സയൻറ്റിസ്റ്റ് സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ ദ ഇയർ 1972 പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA. ഇനി ഇവർ ചെയ്തൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ആയിട്ടുള്ള സാൽമോണല്ല ടൈഫിമ്യൂറിയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA ഏത് ബാക്ടീരിയയുടെ ഹെൽപ്പോടെയാണ് അവർ ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. സോ 1972 സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് ഫസ്റ്റ് rDNA സിന്തസൈസ് ചെയ്തത്. ഇനി അവർ യൂസ് ചെയ്ത പ്രോസസ്സ് ഞാൻ പറയാം. അവർ സാൽമോണല്ല ടൈഫിമ്യൂറിയം, ദ ബാക്ടീരിയ സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൽ നിന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. ഓക്കെ, ബാക്ടീരിയാസിൽ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന, നമുക്കറിയാം ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനായിട്ട്, അവരുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടാണ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്.
ബാക്ടീരിയാസിൽ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് ഉണ്ട് ചില ബാക്ടീരിയാസിൽ. സോ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്, സോ ദിസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ വാസ് ഐസൊലേറ്റഡ് ഫ്രം ദിസ് സാൽമോണല്ല ടൈഫിമ്യൂറിയം. സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൽ നിന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് എടുത്തു. എന്നിട്ട് ഇവരൊരു പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഹെൽപ്പോടെ, നമ്മൾ പറഞ്ഞു വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാരിയേഴ്സ് ആണല്ലേ, ജീനിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് വെക്ടേഴ്സ്. ഒരു പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഹെൽപ്പോടെ ഇവർ ഇതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഈ കൊളൈ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതായിരുന്നു പ്രോസസ്സ്. ഒന്നുകൂടി പറയാം. The bacteria Salmonella typhimurium has got antibiotic resistant genes. Okay, so this antibiotic resistant genes was first introduced to a plasmid vector, and this vector carried this gene to an E. coli which is the host cell. ഇവിടുത്തെ ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ E. coli ആണ്. E. coliയിലേക്ക് ആദ്യം കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനെ പ്ലാസ്മിക് വെക്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോയി. ആൻഡ് ദിസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ വാസ് എക്സ്പ്രസ്ഡ് ഇൻ E. coli. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ അതിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനുള്ള ആ പ്രോട്ടീൻസ് E. coliയിൽ പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇതാണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത റീകോമ്പിനൻ്റ് DNA ഓർ RDNA. 1972 സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് RDNA സിന്തസൈസ് ചെയ്തത്. സോ ദേ ഹാവ് done their work in the bacteria Salmonella typhimurium, and the gene which was taken as for their experiment was antibiotic resistant gene of Salmonella typhimurium.